ഈ ഒരു ഡിഷ് എപ്പോൾ കണ്ടാലും എൻ്റെ കെട്ടിയാണ് എനിക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചധികം നാളായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുള്ള സാധനമായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ആയിട്ടായിരുന്നു കേട്ടോ. പച്ചവഴുതനങ്ങ ഞാൻ ഉപ്പേരി വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ വയലറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്ന് വാങ്ങിയാലും ഫ്രിഡ്ജിൽ ഇങ്ങനെ വെറുതെ അട്ടിക്കിടും. മാക്സിമം ഞാൻ വാങ്ങാതെ നോക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ സാമ്പാർ കിറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് അതിലൊന്ന് രണ്ടെണ്ണം വിട്ടു പോകും. പിന്നെ എൻ്റെ അമ്മാനച്ച് നല്ലോണം ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാറുള്ളതാണ്. 3 കിലോ 5 കിലോ ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് വരും. അങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. ഇത് കുറച്ചധികം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഈ മീനൊക്കെ വറുക്കാനായിട്ട് നമ്മൾ മസാല കൂട്ടി വെക്കാറില്ലേ, ആ ഒരു പരുവത്തിൽ ഞാനിങ്ങനെ വട്ടനെ കനം കുറച്ച് അരിഞ്ഞിട്ട് കുറച്ച് മുളക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെടുത്ത് വലിയ ഇതായിട്ട് ഓയിലൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ വറുത്ത് കോരിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടു. പിന്നെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത്തിരി പുളി നല്ലതല്ലേ, അപ്പോൾ കുറച്ച് പുളി കൂടിയ തൈരാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ചപ്പാത്തി കാനം കഴിക്കണമെന്നുണ്ടെങ്കിൽ പുളി കുറവിന് മതി. അങ്ങനെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് തൈര് അങ്ങോട്ട് തട്ടി അതിലേക്ക് ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുള്ള വഴുതനേനെ അങ്ങോട്ട് തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ നേരത്തെ മൂപ്പിച്ച് വെച്ച മുളക് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ സാധനം സെറ്റ് ചെയ്യും. പിന്നെ അത് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട്. അതിൽ വഴുതനങ്ങയ്ക്ക് അപാര ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് ചോറിന് കൂടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ.